നമ്മുടെ സൈനപ്പ് പേജ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതില് നമുക്ക് ഇവിടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. Okay. ഇതാണ് നമ്മുടെ പേജ്. സോ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാക്ക് എൻഡ് ഞാൻ ഫ്രണ്ട് എൻഡ് ഉണ്ടായി കഴിഞ്ഞു. ഇനി എനിക്ക് ബാക്ക് എൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ അതില് ബുക്ക് കളക്ഷൻ എന്നാണ് എൻ്റെ പ്രൊജക്ടിന്റെ പേര്. സോ അതിൽ സെർവർ എന്നുള്ള ഫോൾഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫോൾഡർ ബ്ലാങ്ക് ആണ്, ഒന്നും തന്നെ ഇല്ല. ഞാൻ അതിനെ CMD വഴി VS കോഡിൽ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഒരു ഫയൽ വേണം. സോ ആ ഫയലിന്റെ പേര് ഞാൻ ഇവിടെ index.js എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിവിടെ ഇതൊരു സെർവറായി മാറ്റണം. അതിനെന്ത് ചെയ്യാം? npm init -y. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് npm init -y. ഓക്കെ, എനിക്ക് പാക്കേജസ് വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ആവശ്യമുള്ള തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ മോഡ്യൂൾസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. npm i എക്സ്പ്രസ് ഫ്രെയിംവർക്ക് എനിക്ക് വേണം. ദെൻ mongoose nodemon cross. ഓക്കെ, ഇത്രയാണ് ബേസിക്സിൽ എനിക്ക് ആവശ്യം. ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് മൾട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി Okay. ഇവിടെ ഫസ്റ്റ് ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് എന്നുള്ളൂ. ഓക്കെ, അങ്ങനെ കൊടുത്തു. ദെൻ കോൺസ്റ്റന്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ ആപ്പ് ഡോട്ട് അതിലേക്ക് പോർട്ട് നമ്പർ വേണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു പോർട്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് പോർട്ട് ഈസ് ഈക്വൽ ടു 9000 എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് ഇവിടെ എഴുതുന്നത് പോർട്ട് നമ്പർ. ഓക്കെ, സോറി 9000 അല്ല, പോർട്ടിന് എഴുതിയാൽ മതി. പോർട്ട് കോമ ആരോ ഫങ്ഷൻ അതിലൊരു കൺസോൾ. സോ നമുക്കറിയാൻ പറ്റും അത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. സോ ഞാനിങ്ങനെ എഴുതി കൊടുത്ത് സെർവർ റണ്ണിങ് http :/localhost:9000 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പം എൻ്റെ പോർട്ട് നമ്പേഴ്സ് റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നോഡ് മോഡ്യൂള് ഇപ്പോൾ ഇതിൽ പാക്കേജസിന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്, മോങ്കൂസ് നോട്ട് മോൺ ഉണ്ട്. അപ്പം ക്രോസിന് കൊണ്ടുവരണം, എന്നാലും എനിക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോൺസ്റ്റന്റ് ക്രോസ് ഈക്വൽ ടു റിക്വയർ ക്രോസ്. ദെൻ അതെനിക്ക് യൂസ് ചെയ്യണം. സോ ആപ്പ് ഡോട്ട് യൂസ് ക്രോസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട്
URL encoded extended true എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പിന്നെ എനിക്ക് കണ്ടന്റിന് ജേസൺ ഫോമാറ്റിലേക്ക് കിട്ടണം. സോ യൂസിൻ്റെ ഉള്ളിൽ എക്സ്പ്രസ് ഡോട്ട് ജെയ്സൺ. അപ്പൊ എനിക്ക് വേണ്ട ലൈബ്രറീസ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഫ്രണ്ട് എൻഡിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഒന്ന് ക്രോസ് പ്ലാറ്റ്ഫോം ചെയ്യാൻ വേണ്ടി, അതാണ് ക്രോസ്. ദെൻ പിന്നെ ഒന്ന് URL എൻകോഡഡ് ആണ്. അതായത് നമ്മളുടെ വരുന്ന ഫോം ഡാറ്റ, അതായത് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കിത് വേണം. ഗെറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ ഡാറ്റാസ് കിട്ടും. ദെൻ ജെയ്സണിലേക്ക് കൺവേർഷന് വേണ്ടി ഇവിടെ നമുക്കത് ചെയ്തു. ഇനി എനിക്ക് സ്ക്രിപ്റ്റിൽ പോയാൽ മതി. സ്ക്രിപ്റ്റിൽ പോയിട്ട് ഇവിടെ സ്ക്രിപ്റ്റില് കോമ സ്റ്റാർട്ട് മോഡ്മോ സ്പേസ് ഇൻഡെക്സ് ഡോട്ട് ജെയ്സ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ എൻ്റെ വർക്കാവും, റണ്ണിങ് ആവും. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് അപ്ലിക്കേഷനാണ്. ദാറ്റ് മീൻസ് എനിക്ക് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഞാൻ ഒരു ഇപ്പൊ രജിസ്റ്റർ, ഓക്കെ, നമ്മളിപ്പോൾ ആരെയും രജിസ്റ്റർ ചെയ്യുന്നത് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി. സോ ഓത്തറിന് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിന്റെ ഇവരുടെ ഡാറ്റാസ് അങ്ങോട്ടേക്ക് കിട്ടാൻ വേണ്ടി ഉള്ള ഫങ്ഷൻ, അതിന്റെ API, ഇതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ പേര് റൗട്ടിംഗ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റൗട്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു ഫയല് author -router.js അങ്ങനെ കൊടുത്തു. ദെൻ ഇവിടെ എന്ത് ചെയ്യണം? സെയിം വേ കോൺസ്റ്റന്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് കൊണ്ടുവന്നു. Then constant router equal to express dot router. Okay. Then നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം? Module dot export equal to router. Yeah. Then router dot പോസ്റ്റ്. ഫസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. സോ സ്ലാഷ് ടെസ്റ്റ് നോക്കും, കോമ. ഞാൻ ഫംഗ്ഷൻ ഇവിടെ തന്നെ എഴുതുന്നത്. ആരോ ഫംഗ്ഷനിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ വരും? റിക്വസ്റ്റ് റെസ്പോൺസ് വരും, റെസ്പോൺസ് ഡോട്ട് JSON. ഹലോ എന്ന് പറഞ്ഞു, ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ റൗട്ടിനെ എനിക്ക് ഇൻഡെക്സിൽ കണക്ട് ചെയ്യണം, എന്നാലേ അത് റണ്ണിങ് ആവുള്ളൂ. സോ ഇവിടെ എനിക്ക് റൗട്ട് ഇമ്പോർട്ട് ചെയ്യണം. റൗട്ടർ കോൺസ്റ്റന്റ് router equal to require dot slash router എന്നുള്ള ഫോൾഡർ സ്ലാഷ് author router. യെസ്, ഇനി ആപ്പ് ഡോട്ട് യൂസിൽ ഞാനിവിടെ സ്ലാഷ് API കോമ റൗട്ടർ വിളിച്ചു. ഓക്കെ, ഇത് കണക്ട് ആയിട്ടുണ്ട്. യെസ്,
ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. npm start. ഓക്കെ, /api/test. കൺസോളിൽ എററൊന്നുമില്ല. Did I have any mistakes? Export. എറർ കാണിക്കുമല്ലോ. Okay, listen over 9,000. Author.js. Send കൊടുക്കാം. Then rs.end കൊടുക്കാം. Okay. റണ്ണിങ് ആണല്ലോ. നോട്ട് മോൺ എന്നല്ല കൊടുത്തേക്കണം. യെസ്, നോട്ട് മോൺ ആണ്. app.get /testing request from our response. Send hello, send.end. ടൈപ്പ് ചെയ്തതിൽ HTTP. സർ നെറ്റിന്റെ പ്രശ്നമില്ലല്ലോ? അല്ല, നെറ്റിന്റെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മൾ ലോക്കൽ ഇതിലല്ലേ ചെയ്യണം. http://localhost:9,000. പോർട്ട് നമ്പർ ഇതാണ്. അല്ല, ലോഡിംഗ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആണ്. അത് ഇവിടെ സെർവറിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണ്. എക്സ്പ്രസ് ഇൻസ്റ്റാൾഡ് ആണ്. എക്സ്പ്രസ് വന്നു. കോഴ്സ് ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, കോർ എങ്ങനെ കൊടുക്കണം? ഓക്കെ, കോർ ഫംഗ്ഷൻ വിളിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്നത്. ആ ഒരു ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ടെസ്റ്റിംഗ് കൊടുക്കാം. ഓക്കെ, ഹലോ വരുന്നുണ്ട്. ഓക്കെ, API/test. യെസ്, ഹലോ ടെസ്റ്റ്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വേണ്ട. സോ റൗട്ടറിൻ്റെ APIയിൽ നേരെ ഇവിടെ ഓത്തർ റൗട്ടറിൽ വരുമ്പോൾ ടെസ്റ്റിൻ്റെ ഗെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. ഇനി ഈ ഫങ്ഷനെ എനിക്ക് വേറെ ഇതിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേര് നമുക്ക് കൺട്രോളർ എന്നിടാം. ഓക്കെ, കൺട്രോളർ എന്ന് പറഞ്ഞു വന്നു. സോ ഞാൻ കൺട്രോളറിൻ്റെ ഉള്ളിൽ author-controller.js ഇട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക്
എൻ്റെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും. സോ കോൺസ്റ്റൻറ്റ് ആൻഡ് author equal to request response arrow function response.json. Okay, message successfully registered. Okay, module.export equal to ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അയക്കുന്ന ആഡ് ഓത്തർ. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇപ്പൊ കളയാം. ഇവിടെ നോക്കാം റൗട്ടർ ഡോട്ട് പോസ്റ്റ് സ്ലാഷ് ആൻഡ് റൗട്ടർ ഓത്തർ കൊടുക്കാം. ദെൻ നമ്മുടെ ഫങ്ഷൻ വരണം. സോ അതെവിടെ നിന്നാണ് വന്നത്? നമുക്ക് കോൺസ്റ്റന്റ് കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വയർ ഡോട്ട് സ്ലാഷ് രണ്ട് ഡോട്ട് കൊടുക്കണം, കാരണം നമ്മൾ റൗട്ടർ എന്നുള്ള ഫോൾഡറിലായിരിക്കണേ. അതിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ കൺട്രോളർ കിട്ടുള്ളൂ. കൺട്രോളർ ഉള്ളിൽ നിന്ന് ഓത്തർ കൺട്രോൾ ഡോട്ട് JS ഫയൽ വിളിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആഡ് ഓത്തർ എന്നുള്ള ഫങ്ഷനാണ്. സോ അതിനെ ഞാൻ ഇവിടെ കോൾ ചെയ്യുന്നു, ആഡ് ഓത്തർ. യെസ്, ഇപ്പം ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ ഇതിൽ തണ്ടർ ക്ലയൻ്റ് ആണ് എടുക്കുന്നത്. തണ്ടർ ക്ലയൻറ്റിൽ പോസ്റ്റ് കൊടുക്കാം. അതിൽ API add author. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്, മെസ്സേജ് സക്സസ്ഫുള്ളി രജിസ്റ്റർ എന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷനാലിറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് കൃത്യമായിട്ട് ഡാറ്റാസ് എടുത്താൽ മാത്രം മതി എന്നുള്ള ഒരു കൺട്രോളർ വരുന്നു. നമുക്കവിടെ മൂങ്കൂസ്, ഓക്കെ, ഓൾറെഡി മൂങ്കൂസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ക്ലോസ് ചെയ്യാം. സോ ഇവിടെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, DB കോൺഫിഗർ എന്ന് പറഞ്ഞോടത്ത് അതിനൊരു ഫയലാക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, ഓക്കെ, ഇനിയും ചെയ്യാം. മോഡൽസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, മോഡൽസിൻ്റെ ഉള്ളിൽ ഞാനിവിടെ DB കോൺഫിഗ് ഡോട്ട് JS എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് mongoose is equal to require mongoose. Okay, ആ mongoose കോഡ് എടുക്കുന്നുള്ളൂ. mongoose.comൽ പോയി ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൻസിൽ ഓക്കെ ഈ കോഡ് കോപ്പി ചെയ്യുന്നു,
പേസ്റ്റ് ചെയ്യുന്നു. ഇതെനിക്ക് വേണ്ട. ഓക്കെ, ഇവിടെ ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസ് കണക്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓത്തർ കൺട്രോളിൽ ഞാൻ ആ മംഗൂസിനെ കോൾ ചെയ്യുന്നു. സോ കോൺസ്റ്റന്റ് ഇതിവിടെ നിൽക്കട്ടെ. കോൾ ചെയ്യുന്നു. മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് അതിൻ്റെ ഉള്ളിൽ എനിക്ക് സെൻഡ് ചെയ്യേണ്ടത് മെയിൻ ആണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിളിക്കാം. മോഡൂസ്. ഓക്കെ, ഓത്തറിൻ്റെ ഉള്ളിൽ require slash പേപ്പർ വേണം. ശ്രീ അപ്പുറത്ത് പോയിട്ടുണ്ടോ? എത്ര പേപ്പർ ഉണ്ട്? ഒരു മിനിറ്റ് കേട്ടോ, ക്ലാസ്സിൽ ഒരു മിനിറ്റ്. സോ ഞാൻ മോഡൽസിൽ നിന്ന് കോൺഫിഗർ ഡോട്ട് ജെ എസ് അതിൽ നിന്ന് എനിക്ക് മോങ്കൂസ് എടുക്കാം, ദോൺ മെയിൻ എടുക്കാം. ഓക്കെ, ഇനി എനിക്കിവിടെ മെയിൻ എന്നുള്ള ഫങ്ഷൻ വിളിക്കാം. ചെയിൻഡ് ക്യാച്ച് എറർ console dot error error. ഓക്കെ, സോ എന്തെങ്കിലും കണക്ഷൻ എറർ ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ത്ത് കാണിക്കും, അല്ലാത്ത വർഷം കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കരുത്. ഓക്കെ, സോ ഓക്കെ, ഇവിടെ എനിക്ക് ഡാറ്റാബേസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, കാരണം എൻ്റെ ഓത്തർ കൺട്രോൾ റൺ ആവുന്നുണ്ട്. സോ ഇവിടെ ഇത് വിളിക്കുന്നതുകൊണ്ട് താഴത്ത് എനിക്ക് ഡാറ്റാബേസ് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി എനിക്ക് സ്കീമയും മോഡലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൂ. സോ സ്കീമ ഓത്തർ സ്കീമ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇതിലേക്ക് നമുക്ക് മൂങ്കൂസിനെ കൊണ്ടുവരണം. സോ കോൺസ്റ്റന്റ് mongoose require dot slash configure dot js. Okay,
ഇനി സ്കീമൊക്കെ വേണ്ടി മോങ്കോസ് ഇത് ഇപ്പൊ കേറുള്ളൂ അല്ലേ? സ്കീമ ചെക്കനെ എന്തുട്ടാണ് ചെയ്യണ്ടേ? ചെക്കനെ എന്തുട്ട് ഇടപാടാണെന്നാ ഞാൻ ഓർക്കുന്നത്. മോങ്കോസ് ഡോട്ട് സ്കീമ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത്? എന്തൊക്കെ ഫീൽഡ്സ് ആണ് നമുക്ക് വേണ്ടത്? ഓക്കെ, ഫുൾ നെയിം, ഓത്തർ നെയിം, ഇമെയിൽ, കോണ്ടാക്ട് നമ്പർ, പാസ്വേഡ്. 1 2 3 4 5. ഓക്കെ, 5 വേണം. സോ ഫുൾ നെയിം സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഓത്തർ നെയിം, ഓത്തർ എന്ന് മാത്രം കൊടുക്കാം. ഇറ്റ്സ് ഓൾസോ സ്ട്രിങ്. ദെൻ ഇമെയിൽ, അതും സ്ട്രിങ്. കോണ്ടാക്ട് സ്ട്രിങ്. പാസ്വേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, പാസ്വേഡ്. ഓക്കെ, സ്ട്രിങ്. ഇത്ര വന്നു. ദെൻ നമുക്ക് ഇവിടെ കോമ, ടൈം സ്റ്റാമ്പ് ട്രൂ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി എനിക്കതിലേക്ക് മോഡലിനെ കൊണ്ടുവരാം. സോ സ്റ്റാൻഡ്, ഞാൻ ഇവിടെ സ്കീമിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു. കോൺസ്റ്റന്റ് auth സ്കീമ ഈക്വൽ ടു മോങ്കോസ് ഡോട്ട് ഇതാണ്. അതേപോലെ തന്നെ ഓത്തർ മോഡൽ ഈക്വൽ ടു മോങ്കോസ് ഡോട്ട് മോഡൽ. ഓക്കെ, മോഡലിൻ്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? TBL, then നമ്മുടെ ഓത്തർ സ്കീമ. യെസ്, ഇനി എക്സ്പോർട്ട് ചെയ്യാം. മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഈക്വൽ ടു ഓത്തർ മോഡൽ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കീമിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇതിലേക്ക് പോകണമെങ്കിൽ ഓത്തർ കൺട്രോളിലേക്ക് വരിക. ഇവിടെ നമുക്കിവിടെ റിക്വയർ ആരനെ കോൾ ചെയ്യണം. // മോഡലിൻ്റെ ഉള്ളിൽ ഓത്തർ സ്കീമ, അതിൽ നിന്ന് എനിക്ക് മോഡലായ ഓത്തർ മോഡലിനെ വിളിക്കുന്നു. ഓക്കെ, ദെൻ കോൺസ്റ്റന്റ് നമുക്ക് എന്തായിരുന്നു? ഫുൾ നെയിം, ഓത്തർ നെയിം, then email, contact, password, പിന്നെ എന്തായിരുന്നു പാസ്വേഡ് ഉണ്ടായിരുന്നു? പാസ്വേഡ്, കോണ്ടാക്ട് ആൻഡ് ഇമെയിൽ, ഓത്തർ. ഓക്കെ, അത്ര നല്ല. യെസ്, just request dot body. Yeah. ഇനി ഇതിനെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. സോ ഓത്തർ മോഡൽ ഡോട്ട്
create. സോ നമ്മളെല്ലാ പേരും ഏകദേശം ഇതുപോലെയാണ്. അവിടെ ഓത്തർ എന്നാണുള്ളത്. ഓക്കെ, നമുക്ക് അത് ഫ്രണ്ട് എൻഡിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നു, ഫുൾ നെയിം കോമ ഓത്തർ ഇമെയിൽ കോണ്ടാക്ട് പാസ്വേഡ്. ഓക്കെ, എനിക്കിത് ചെയ്തതിന് രജിസ്റ്റർ ആവണം. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ അയക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് നോക്കണം. ഫുൾ നെയിം ആണ് ഇത്, ഓത്തർ നെയിം എന്നുള്ളത് ഞാൻ ഓത്തർ എന്നാക്കി, ഇമെയിൽ കോണ്ടാക്ട് പാസ്വേഡ്. ഓക്കെ, അത് കറക്റ്റാണ്. സോ ഇവിടെ വരുന്നു, സബ്മിറ്റിൽ വരുന്നു. സബ്മിറ്റിൽ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? സോ ഇമ്പോർട്ട് ആസിയോസ് എന്ന് പറഞ്ഞു കൊടുക്കാം. then asios.post URL നമുക്ക് പറഞ്ഞു കൊടുക്കാം. URL which is add hyphen author കൊടുത്തു, കൊമ്മ. സോ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ എല്ലാം സ്റ്റോർ ആയിരിക്കുന്ന ഓത്തറിലാണ്. അത് സെൻഡ് ചെയ്യുന്നു. ദെൻ ഡോട്ട് ദെൻ്റെ ഉള്ളിൽ നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. സോ RES റെസ്പോൺസ്. ദെൻ അലേർട്ടിൽ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ക്യാച്ച് error console.log error. ഓക്കെ, സോ ബട്ടൺ നോക്കിയാൽ എനിക്കിവിടെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടണം. സോ അതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. റിഫ്രഷ് ചെയ്തു. സഞ്ജു തോമസ്, സഞ്ജി എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് 123 കൊടുത്തു. ദാറ്റ് ബിക്കോസ് കറക്റ്റാണ്, ഡാറ്റ കയറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ റെസ്പോൺസ് കൊടുത്തത് ഓത്തർ ടേബിൾ വാലിഡേഷൻ ഫെയിൽഡ് എന്നാണ്. ഓക്കെ, ബട്ട് ഡാറ്റാസ് നമുക്കിവിടെ മെസ്സേജ് ഫോർമാറ്റ് ഉണ്ട്. ഡാറ്റ വരുന്നുണ്ട്, സ്ട്രിങ് ഒക്കെയാണ്. ലെറ്റ് മീ സി, എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. സൈനപ്പിൽ ഡാറ്റ ഡോട്ട് മെസ്സേജ്. ഓക്കെ, സക്സസ്ഫുള്ളി രജിസ്റ്റർഡ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ എനിക്ക് പക്ഷേ വെയിറ്റിംഗ് ഫോർ ദ ഫയൽ ചേഞ്ച് ഓത്തർ ടേബിൾ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. വൈ ക്ലാസ്സിലേക്ക് താഴെ താഴെ താഴെ. സോ ക്ലാസ്സിൽ ഒരു മിനിറ്റ് പറഞ്ഞു. സാർ എനിക്ക് മറ്റേ ഇന്നലെ കാണിച്ച സൈറ്റ് ഫേക്ക് API എന്ന് പറയുന്നില്ലേ? ഫേക്ക് സ്റ്റോർ API. ഫേക്ക് സ്റ്റോർ. ഓക്കെ, പിന്നെ എനിക്ക് അന്ന് രോഹിണി എന്നോടൊരു ഇത് നമ്മുടെ പോസ്റ്റലിന്റെ ഉണ്ടല്ലോ, ഇന്ത്യ പോസ്റ്റിന്റെ അത് ഒരെണ്ണം കാണിച്ചു തന്നായിരുന്നു. അത് എന്തെന്നും പറഞ്ഞ് സെർച്ച് ചെയ്തായിരിക്കും നമുക്ക് ഉള്ള ഒരു API കാണിക്കാൻ പറ്റുന്നത്. ഓൺലൈനോ? ഇതൊക്കെ ഡെമോ ഇല്ലേ, അപ്പൊ പിള്ളേർക്ക് നമുക്ക് അർത്ഥമില്ല എന്താണ് അല്ലാതെ.
അല്ലാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഉള്ളൊരു സാധനം എടുത്ത് കാണിച്ചിട്ട് അതിന്റെ ഇന്നതാ കൊടുക്കുന്നതെന്ന് പക്ഷെ അതില് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ രജിസ്ട്രേഷൻ ആ ഇപ്പൊ കിട്ടൂലല്ലോ ഇപ്പൊ ഗെറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കാണിക്കാൻ പറ്റിയില്ലേ? ഗെറ്റ് ചെയ്യാ ഇപ്പൊ രോഹിണി കാണിച്ച എനിക്ക് മറ്റേ എന്റെ സ്ഥലത്തിന്റെ പിൻകോഡ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഗൂഗിൾ മാപ്പാ ഗൂഗിൾ മാപ്പല്ലേ ഒരു URL കൊടുത്തിട്ട് ഗെറ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കുമ്പോഴത്തേക്കും എന്റെ കറക്റ്റ് ആ സ്ഥലത്തിന്റെ പിൻകോഡും സ്ഥലവും ഒക്കെ കാണിക്കുന്നുണ്ട് ആ ഡാറ്റയില് റെസ്പോൺസ് കോഡില്. അതൊരു API ആണോ ഉപയോഗിച്ചത്? ഇന്ത്യ പോസ്റ്റിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ലൈവ് ഇത് കാണിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കി കിട്ടുമല്ലോ ഇന്ത്യൻ പോസ്റ്റൽ API. താഴത്തുണ്ട് രോഹിണി ഒന്ന് വിളിച്ചു ചോദിക്കാണോ? ഹലോ അനീഷ. ആ ഞാൻ പറഞ്ഞില്ല അത് മൊത്തം മാറ്റി നോക്ക ഇതാക്കാനാ. ആ അയ്യോ അത് മൊത്തം പ്ലഗിൻസ് ഞങ്ങൾ മൊത്തം കളയാനായിരുന്നു. ആ അത് മറ്റേ അതാണ് നോക്കുന്നത്. മറ്റേ പ്ലഗിൻസിനെ മൊത്തം കളഞ്ഞിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയായിരുന്നു, മാൽവെയർ മാറാൻ വേണ്ടി. ആ അയ്യോ ഇന്നലെ പറഞ്ഞ ഇല്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിന്. ഇന്നലെ അങ്ങനെ പറഞ്ഞോണ്ടാണ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത്. സാറേ നമ്മള് ആ പ്ലഗിൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയാ റൺ ചെയ്യേണ്ടത്? മാൽവെയർ ചെക്കിങ് ചെയ്തതിന് മാൽവെയർ ഉണ്ടോ? ആ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവോ? ഓക്കെ ശരി. ഓക്കെ. ഓക്കെ യെസ്. സോ ഇവിടെ ഇഷ്യൂസ് അതിൻ്റെ കാര്യമില്ല. കാസ്റ്റ് സ്ട്രിങ് ഓക്കെ. ഇവിടെ എനിക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ അനിഷ. ആ ആ അല്ല ഞങ്ങൾ പ്ലഗിൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് പ്ലഗിൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മാൽവെയറിന്റെ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കും മാൽവെയർ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ നിർത്തട്ടെ, ഇനിയിപ്പോ തുടണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല, അവിടെ നിർത്തണം. രമ്യ ചെയ്തോളൂ അല്ലേ, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവിടെ നിൽക്കാം. ശരി ശരി. ഓക്കെ ഓക്കെ. ദീപ് സാറേ, ഇപ്പൊ അതിലൊന്നും ചെയ്യില്ല, അവിടെ വെച്ചേക്ക്. വേറെ ഏതൊരു ടീം ഉണ്ടെന്നോ, അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത്. വേറെ ടീം ഏതോ രമ്യാന്നൊരു ഡ്യൂട്ടി ഇല്ലേ, ആ കുട്ടിയുടെ പരിചയത്തിൽ ആരോ അവരെ കൊണ്ട് അവര് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലഗിൻസ് ഒക്കെ ഞങ്ങൾ കളഞ്ഞ് ഇത് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു അതിന്റെ മാനേജർ. അപ്പൊ സൈറ്റ് ചെയ്യേണ്ടി വരും, അതാണ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ നമ്മൾ വെറുതെ ഒരു ഇത് നോക്കണേ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്ലാൻ മോശം ഇട്ടേ കുഴപ്പമില്ല. ഏതിനോ മാൽവെയറോ എത്ര ഇട്ടായിരുന്നോ? ഇൻസ്റ്റാൾ ചെയ്തോ? അല്ല, ഇപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു കൂടെ അറിയാം. It's string. Okay, let's dive. Let's see. Yes, type string. Yes, that's it. സോ ഇതില് ടൈപ്പ് കാസ്റ്റ് എല്ലാം സ്ട്രിങ് തന്നെയാണ് വരുന്നത്, ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നമുക്ക് മെയിൻ ഇതിലേക്ക് വരാം. സോ എനിക്ക് ഇതിലേക്ക് മൾട്ടർ ഇടണം, മൾട്ടേഴ്സ് ഇട്ടിട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ബാക്ക് എൻഡിൽ നമ്മൾ വേറൊരു ഫോൾഡറും കൂടി ഇതേപോലെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ബാക്ക് എൻഡിൽ കൺട്രോൾ ഉണ്ട്, മോഡ്യൂൾ ഉണ്ട്, ദെൻ റൗട്ടർ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് വരും, നമ്മൾ അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഞാൻ വേറൊരു ഇത് എടുക്കുന്നതാണ്. കമാൻഡ് പ്രോംപ്റ്റിൽ ഇവിടെ എനിക്ക് മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാൻ നേരെ മൾട്ടർ npm മൾട്ടർ എന്ന് പറഞ്ഞു. ഇപ്പൊ മൾട്ടർ മാത്രമല്ല, മൾട്ടർ അല്ലാതെ കുറെ ഇതുണ്ട്, ഫോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മൾട്ടർ ആണ്. ഓക്കെ, മൾട്ടറിൽ
നമുക്ക് ആദ്യം മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. കോപ്പി മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഇല്ല, ഇതില്ല, നോട്ടിലേക്ക് സെർവറിൽ. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പാക്കേജ് ജേസണിൽ നമുക്ക് മൾട്ടർ വന്നോ എന്ന് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ദെൻ കോഡ്, നമ്മളെ മൾട്ടർ കോഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. അത് ഞാനൊരു ഫോൾഡർ ഇടുന്നില്ല, ജസ്റ്റ് ഒരു ഫയലിലാണ് ഇടുന്നത്. മൾട്ടർ കോൺഫിഗ് എന്ന് പറഞ്ഞു കൊടുത്തു JSX. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് സ്റ്റോറേജ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും. ഡിസ്ക് സ്റ്റോറേജ്. അപ്പൊ ആ കോഡ് അതേപടി ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ ഇതാണ്ടോ ഡെസ്റ്റിനേഷൻ ഫങ്ഷൻ റിക്വസ്റ്റ് ഫയൽ CB, ദെൻ നള്ള് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പാത്ത് ഇടേണ്ടത്. സോ അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അപ്ലോഡ്സ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഇത് കയറേണ്ടത്. ദെൻ ഇവിടെ യുണീക് ഷഫ്ലിംഗ്, അതായത് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എനിക്ക് ഫ്രണ്ടിലാണ് വരേണ്ടത്. സോ ഫയൽ നെയിം ഡോട്ട് ഒറിജിനൽ എന്നുള്ളത് ലാസ്റ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ചെറിയൊരു ചേഞ്ചസ് വരും. അണ്ടർസ്കോറിൻ്റെ അവിടെയായിട്ട് ഇമേജ് അണ്ടർസ്കോർ, ഇപ്പോൾ യൂണിക് നെയിംസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ദെൻ പ്ലസ് ഡബിൾ കോട്സിലൊരു അണ്ടർസ്കോർ കൊടുക്കുന്നു, പ്ലസ് ഫയൽ ഡോട്ട് ഒറിജിനൽ നെയിം. ഓക്കെ, ഇവിടെ എന്തോ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് മൾട്ടർ ഇമ്പോർട്ട് ആയിട്ടില്ല. സോ കോൺസ്റ്റന്റ് മൾട്ടർ ഈക്വൽ ടു റിക്വയർ മൾട്ടർ. ഓക്കെ, ഫയൽ ഡോട്ട്, ഓക്കെ, ഇതാണ് ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ ഫയൽ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എക്സ്റ്റൻഷനും കൂടി നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ചേഞ്ചസ് വരുത്താം. ദെൻ നമ്മളുടെ ഈ ഒരു മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സിൻ്റെ ഉള്ളിൽ അപ്ലോഡിന് കൊടുക്കാം. അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ. സോ ഇത് വെച്ചിട്ട് വേണം ഡോട്ട് സിംഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ എനിക്ക് വിളിക്കാം. ഓത്തർ റൗട്ടറിൽ വരിക. ഓത്തർ റൗട്ടറിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിവിടെ കോൺസ്റ്റന്റ് ലോഡ് ഈക്വൽ ടു require dot slash double dot slash ഫയലിന്റെ പേര് മൾട്ടർ കോൺഫിഗ്. then മിഡിൽ വെയർ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എനിക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ അപ്ലോഡ് ഡോട്ട് സിംഗിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഓത്തർ ഇമേജ് എന്നാണ് ഫ്രണ്ട് എൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ സൈൻ അപ്പിൽ വരുമ്പോൾ ഓത്തർ ഇമേജ്, ഈ പേര് തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആണ്. സോ ഓത്തർ ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കാം.
ഓത്തർ ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തു. നേരെ ഫംഗ്ഷനിലേക്ക് ഇതായിട്ടുണ്ടാവും. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫോൾഡറിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ വരണം. അതായത് അപ്ലോഡ് ഡോട്ട് സിംഗിൾ നമ്മൾ ആ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡറിനുള്ളിൽ ഡാറ്റ സ്റ്റോർ ആണ്. ബാക്കി അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഓത്തർ കൺട്രോളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, ഇത് അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ സെലക്ട് ചെയ്തു, രജിസ്റ്റർ കാണിക്കുന്നുണ്ട്. ഇല്ല, നമുക്ക് ഇതിലേക്ക് വന്നിട്ടില്ല. സോ വാട്ട് ഈസ് ദ ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ എനിക്കിത് എറേഴ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ എറർ ഇഷ്യൂ? ഓക്കെ, ലെറ്റ്സ് സീ. തൽക്കാലത്തേക്ക് ഞാൻ ആ രജിസ്ട്രേഷൻ ഒഴിവാക്കണതാണ്. മൾട്ടർ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇല്ല, മൾട്ടർ കോൺഫിഗറേഷൻ, മൾട്ടർ അപ്ലോഡ്സ്. ഓക്കെ, ഞാനൊരു അപ്ലോഡ്സ് എന്നുള്ള പേര് മാത്രം കൊടുക്കാം. അപ്ലോഡ്സ് ഉള്ളതല്ല നമുക്ക്. യെസ്, റിഫ്രഷ് ചെയ്യാം. ഇതിൽ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഒരു കാര്യം കൂടി കൊടുക്കാം. ഹെഡേഴ്സ്. ഓക്കെ, ഹെഡേഴ്സ് അതിലൊന്ന് കണ്ടന്റ് ടൈപ്പ് application. Okay, application / JSON. ENC type. Multi-part form data. Okay. വേറൊരു കാര്യം മാത്രം, നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്ന ഓത്തർ ആണ്. സോ അതല്ലാതെ നമുക്ക് ഫോം ഡാറ്റ ഈക്വൽ ടു ഫോം ഡാറ്റ. ഓക്കെ, ഇതൊരു മെത്തേഡാണ്, അറിയ പോലത്തെ ഒരു സംഭവമാണ് ഫോം ഡാറ്റ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഫയൽസ് പോലത്തെ ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇമേജസ് പോലത്തെ സംഭവങ്ങൾ അയക്കുമ്പോൾ ഈ ഒരു ഫോം ഡാറ്റ വഴി സെൻഡ് ചെയ്യുന്നതാണ് അക്സെപ്റ്റിങ് വരുന്നത് കൂടുതലും. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഫോം ഡാറ്റ ഡോട്ട് അപ്പൻഡ് ഇവിടെ ഒരു ന്യൂ കൊടുക്കണം, ന്യൂ ഫോം ഡാറ്റ. സോ ഫോം ഡാറ്റ ഡോട്ട് അപ്പൻഡ്, അതിൻ്റെ ഉള്ളിൽ ഫുൾ നെയിം കോമ author dot full name form data dot append. Okay, ഏതായിരുന്നു author
author dot author form data dot append email form data dot append contact author dot contact form data dot append contact author image author dot image. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഓത്തറിന് പകരം ഫോം ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഡാറ്റ സെറ്റ് വർക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് എല്ലാ ഡാറ്റയും വരുന്നുണ്ടോ എന്നും കൂടി നോക്കാം. കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ ഫോം ഡാറ്റ. ഓക്കെ, ഓത്തർ ഇമേജ് റീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സോ എനിക്ക് ഇവിടെയാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഓത്തർ ഇമേജ് dot name. Okay. Author image 18. ഫ്രണ്ട് എൻഡിൽ നമ്മളുടെ 18 ഇവിടെ വരട്ടെ. 18 author image file type name author image and target set author. Image set image is equal to use state
set image. Hmm, target dot files. Okay, files of 0. Okay, അങ്ങനെയാണെങ്കിൽ author ഇമേജിൻ്റെ അവിടെ ഇമേജ് എന്നാണ് ഉറപ്പായി. ഓക്കെ, okay, fail to execute append form data. Two argument required but only one present. ഇതെവിടെയാ? Two argument is required. Okay, don't touch. Yes, നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡാറ്റ ഒന്നും ഇല്ലല്ലോ ഇതിൽ. Yes, objects. ഇതിന്ന് ഡാറ്റ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടോ ഞാൻ. നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ ഫുൾ നെയിം, വരുന്നുണ്ട് സന്തോഷ് സന്തീഷ്. ഓക്കെ, റിഫ്രഷ് ചെയ്യാം. ഡാറ്റയിൽ ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്. multi.storage uploads. Console dot log image, same way console dot log author. Okay, yes. സോ എനിക്കിത് വരുന്നുണ്ട്, കണ്ടു ഇമേജസ് കയറുന്നുണ്ട് ഇതിലേക്ക്. ഫുൾ നെയിംസും വരുന്നുണ്ട്. Then what is the issue? Form data, append form data.
set author, spec operator, author. Okay. Image. Target dot files of 0. Okay. Okay. നമുക്കിവിടെ വന്നിട്ടുണ്ട് ഓത്തർ ഇമേജ് ഫയൽ വന്നിട്ടുണ്ട് നാസ്ക് മോഡിഫിക്കേഷൻ. ഇതില് ഹലോ ആ ആ ഇല്ല ഇല്ല ഇല്ലില്ല, അത് അന്ന് വന്നതിന്റെ ഇഷ്യൂസിന്റെ ഇതിൽ തന്നെ വന്ന ഒരു ഇതാ. നമുക്ക് ആദ്യം അത്ര ഉണ്ടായിരുന്നില്ല. ഉം. അത് നോക്കിയിട്ടുണ്ടായിരുന്നു, സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഫയൽ ഡിറ്റക്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സെർവറായിട്ട് കണക്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ആ കേട്ടോ. നമ്മൾ മാൽവെയറിന്റെ ഡിറ്റക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം അപ്പം അതൊന്നും കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു മാൽവെയർ ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ. അതിനുശേഷം നമ്മൾ ഇതിനൊരു സെർവറിലെ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ആന്റിവൈറസ് വെച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞു. പക്ഷേ പിന്നെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഷ്യൂസ് വന്നത് എലിമെന്ററിയിലാണ് ഇഷ്യൂസ് വന്നിരിക്കുന്നത്. എലിമെന്ററീസിൽ നമുക്ക് ഇങ്ങനെ ലോഡിങ് ഇഷ്യൂസ് കാണിക്കുന്നത്. അപ്പോൾ അത് പ്ലഗിൻ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പം ആ പ്ലഗിൻസ് എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല. സോ അപ്പം അതിൻ്റെ ഇഷ്യൂസ് നമ്മളൊന്ന് മൊത്തം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈറസിന്റെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ഉണ്ടായിരുന്നു. റീസെന്റ് ഈയിടെയിലാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഗൂഗിൾ ആഡ്സിലേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നത്, പറഞ്ഞത് ഡിറ്റക്ട് ചെയ്യിപ്പിച്ചത്. അതിന് മുമ്പേ നമുക്ക് അതിൽ ഒരു മാൽവെയർ ഉണ്ടെന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും നമ്മളൊന്ന് സ്കാൻ ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊന്ന് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പുതിയൊരെണ്ണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നിന്നിരുന്നു പ്ലഗിൻസ് എല്ലാം കളഞ്ഞു, പ്ലഗിൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഓൾറെഡി നമുക്ക് നേരത്തെ ഇതിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1 GB അടുത്ത്, 1 GB അല്ല, അതിന് കുറച്ച് താഴെയുണ്ട്, ഏകദേശം ഒരു 9,000 സംതിങ് ആയിട്ടുള്ള ഒരു ഫയൽ സൈസ് ആയിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് 3 GB ഇതിലേക്ക് വന്നു. അപ്പം ആക്ച്വലി അത്രയും ഫയൽസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു, പക്ഷെ അതിന് ആ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
ഇതിലിപ്പോൾ ഡൗട്ട് ചെയ്യുന്നത് വേർഡ്പ്രസ് വൈറസിൻ്റെ ഇതാണ്. അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ നോക്കുന്നത് വേർഡ്പ്രസിൻ്റെ ഇതാണ്. അപ്പോൾ അതറിയണമെങ്കിൽ ഈ പറയുന്ന പ്ലഗിൻസിനെല്ലാം റിമൂവ് ആക്കിയാൽ ആ ഒരു പ്ലഗിൻ കോൺഫിഡൻസിൻ്റെ ആണോ അല്ലെങ്കിൽ വേർഡ്പ്രസിൻ്റെ കീഴിലുള്ള വൈറസിൻ്റെ ഇതാണോ എന്ന്. യെസ്, നമ്മളവിടെ എത്തിയായിരുന്നു. മൾട്ടറിൽ നമുക്ക് ഇഷ്യൂസ് ചെയ്തായിരുന്നു. യെസ്, ഇതിൽ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് കൊടുക്കുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റാസ് ഇമേജസും വന്നിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഒരു മിനിറ്റ്. ഇല്ല, പുറത്ത് തന്നെയാണ് ഇതിൽ വരുന്നത്. മൾട്ടർ ആക്റ്റീവ് ആവുന്നില്ല. ഡിഫോൾട്ട് അപ്ലോഡ് ഇതിലേക്ക് വരുന്ന അപ്ലോഡ് ഡോട്ട് സിംഗിൾ author image. സോ ഞാൻ ഇതിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഞാനൊരു ഇതിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. console.logൽ മൾട്ടർ ആക്ടിവേറ്റഡ്. ഓക്കെ, ഓക്കെ, സോ മൾട്ടർ ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് കണക്ഷനിലേക്ക് എത്തുന്നു. മൾട്ടർ ആക്റ്റീവ് ആക്കുന്നു. Issues not shown. Again.
content type application slash JSON. That's okay. Then enc type ഒരു മിനിറ്റ് ഇനി ശല്യപ്പെടുത്താൻ വരില്ല. പറഞ്ഞോ. നമ്മൾ ഇന്നലെ പോസ്റ്റ് കൊടുത്തില്ലേ, ആ. ഫേക്ക് സ്റ്റോർ ഐപിയിൽ കയറി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോസ്റ്റിന്റെ ആ URL കോപ്പി ചെയ്തു, അത് കൊണ്ടുപോയി നമ്മുടെ പോസ്റ്റ് ആക്കി അതിൽ കൊടുത്തു. എന്നിട്ട് അതിന്റെ താഴെ കോപ്പി ചെയ്യാനായിട്ട് ഒരു കോഡ് ഉണ്ടല്ലോ, പോസ്റ്റ് ചെയ്യുന്ന സാധനം എന്താണെന്നുള്ള ID ഇന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അതും കോപ്പി ചെയ്ത് ബോഡിയിൽ റോയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുമ്പോൾ 201 എന്നല്ലേ വരണ്ടേ പോസ്റ്റിന്, സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി കഴിഞ്ഞാല്. ആ 201 202 വരും. എനിക്ക് 200 ഓക്കെ എന്നും പറഞ്ഞു. 200ഉം ഓക്കെയാണ്, കുഴപ്പമില്ല. 201 തന്നെ പറഞ്ഞൊന്നുമില്ല. ഇല്ല. ആണോ? 404 വരാൻ പാടില്ല, 402 വരാൻ പാടില്ല, 500 വരാൻ പാടില്ല. അതേ 200 ആ 200ഓ 201ഓ വന്നാലും കുഴപ്പമില്ല. 202ഉം വരാറുണ്ട് ചിലപ്പോ. ആണല്ലേ? അപ്പൊ അത് വന്നാൽ കുഴപ്പമില്ലാന്ന് പറയാലോ. എനിക്ക് 200 വന്നതുകൊണ്ട് സ്റ്റാറ്റസ് അത് ഓക്കെയാണ്, റെസ്പോൺസീവ് സ്റ്റാറ്റസ്. Yes, then one more thing. Okay, ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, യാ, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പ്രോബ്ലം. ആപ്പ് ഡോട്ട് യൂസ്, അതിൽ എക്സ്പ്രസ് സ്റ്റാറ്റിക് ആക്കാം പേജ്. കാരണം ഞാൻ ഇതിൽ അപ്ലോഡ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ സ്റ്റാറ്റിക്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, അപ്ലോഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കാം ഇറ്റ്സ് അപ്ലോഡ് വർക്കിംഗ് ആണോ എന്നുള്ളത്. നമ്മൾ JSON ഫോമാറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്.
സ്റ്റാറ്റിക് അപ്ലോഡ് ഫോം ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ഹെഡർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഹെഡർ. ഫോം ഡാറ്റ ഓക്കെ. ഇപ്പം മറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇമേജ് ഇതിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, അതായത് എനിക്ക് അപ്ലോഡ് ഫോൾഡറിലേക്ക് എത്തണമെങ്കിൽ ബാക്ക് എൻഡിൽ നിങ്ങൾ ഏത് ഫോൾഡറിലേക്കാണോ നമ്മൾ അപ്ലോഡ് ചെയ്യിക്കുന്നത് അതിന് express.static അപ്ലോഡിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. അതൊന്ന് ബാക്ക് എൻഡിൽ വരുന്ന വ്യത്യാസം അതാണ്. ദെൻ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഇത് ഫോം ഡാറ്റയിലേക്ക് കൊടുത്താൽ മതി. ഫോം ഡാറ്റയിലേക്ക് കൊടുക്കുക. ഫോം ഡാറ്റയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡാറ്റ സ്ട്രക്ചറിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഡയറക്റ്റ് ഇട്ടാൽ മതി, ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കണ്ട, ഡയറക്റ്റ് ഫോം ഇതിലേക്ക് ഇട്ടെടുത്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഫോം ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഫയൽസിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഈ ടാർഗറ്റ് ഡോട്ട് ഫയൽസ് ഓഫ് 0 കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ഒറ്റൊരു ഫയൽ നമ്മൾ പറഞ്ഞതിൻ്റെ അവിടെ കയറുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് എൻഡിലേക്ക് അത് അപ്ലോഡ് ആകും എന്നുള്ള. അപ്ലോഡ് ആയ ശേഷം നമുക്ക് അതിൻ്റെ URLs എടുത്തു കൊടുക്കണം. ഓക്കെ, സോ ഇത് എവിടെയാണ് സ്റ്റോർ ആയിരിക്കണം? ഇപ്പം എൻ്റെ അപ്ലോഡിലാണ് സ്റ്റോർ ആയിരിക്കണമെങ്കിൽ അവിടെ നിന്ന് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ കൺട്രോൾസിലേക്ക് വരിക. ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് വേണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ മൾട്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൾട്ടർ പ്രോഗ്രാംസ്. ജസ്റ്റ് അതിനൊന്ന് ഇവിടെ വിളിക്കണം, കൺട്രോളിൽ, ഓത്തർ കൺട്രോളിൽ വിളിക്കണം. കാരണം ഫയൽസ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ഇമേജ് പാത്ത് ഈക്വൽ ടു ഇമേജ് പാത്തിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ വന്നു request dot file. Okay, file dot capital file നമുക്ക് ഈ മൾട്ടറിൽ ഈ ഒരു ഇതാണ് കിട്ടേണ്ടത്. മൾട്ടർ കോൺഫിഗറേഷനിൽ ഈ ഒരു ഫയൽ. ഓക്കെ, ഫയൽ ഡോട്ട് ഫയൽ നെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും കൊടുത്തിരിക്കുന്ന സ്കീമയിൽ സ്കീമയിൽ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യണം. ഫോട്ടോ ടൈപ്പ് സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇവിടെ എനിക്ക്
photo colon image path. Okay. No. Yes. Refresh ചെയ്യാം. Somewhere. Yes. ഇവിടെ ഇതാണ് അൺഎക്സ്പെക്ടഡ് ഫീൽഡ് ഫയൽ ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, സോ ഫയൽ ഡോട്ട് ആക്ച്വലി നമ്മൾ ആൾട്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റ് request dot file file name request dot file name. മൾട്ടേഴ്സ് രണ്ടും ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ഇതിൽ നോക്കണമെങ്കിൽ ഫയൽ let's see. ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഫയൽ ഡോട്ട് ഫയൽ നെയിം. ഇതേ സംഭവം തന്നെയാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. Why it's not getting? இன்னு ஃபுல்லு எனக்கு கிளாஸஸ் ஆகுது விஷயம் வந்து നമുക്ക് ഇത് ഫംഗ്ഷനായിട്ട് വിളിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ, നമ്മുടെ കൺട്രോളിൽ മൾട്ടർ വിളിച്ചിട്ടുണ്ട്, മൾട്ടർ കോൺഫിഗറേഷൻ വിളിച്ചിട്ടുണ്ട്,
റിക്വസ്റ്റ് വിളിച്ചിട്ടുണ്ട്. സോ റിക്വസ്റ്റ് ബോഡി ഇവിടെ വരുന്നുണ്ട്. റിക്വസ്റ്റ് ഫയൽ ഇവിടെ മാത്രം അവൈലബിൾ ആകുന്നില്ല ഇത്. ഓക്കെ, simple. Author image. വരുന്നില്ല. So, upload single author image, then file. Okay, request dot file. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് ഓക്കെ, ഇത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് റൗട്ടിൽ തന്നെ അതിന്റെ കോഡിങ് ഇതിലേക്ക് പോവാം. ഇത് ഞാൻ ഇവിടെ തന്നെ ഡയറക്റ്റ് വിളിക്കുന്നതാണ്. ഫങ്ഷൻ റിക്വസ്റ്റ് റെസ്പോൺസ്, ദെൻ author കണ്ടുള്ള കോഡ് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. സോ ഇവിടെ നമുക്ക് സ്കീമയും മോഡലും കൊണ്ടുവരേണ്ടി വരും. കൺട്രോളിലുള്ള മോഡൽസ്, then mongoose, mongoose and
സോ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാത്ത് കിട്ടും. പാത്ത് അതിലേക്ക് സ്റ്റോർഡ് ആവും. Database. Okay. One, two, three, photo. Yes, successfully registered ആണ്. Okay. Unexpected field വീണ്ടും കാണിക്കുന്നുണ്ടല്ലോ. മൾട്ടി പാർട്ട് ഇതിലേക്ക് വരുന്നു. അപ്ലോഡ് എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ലാസ്റ്റത്തേത് അപ്ലോഡ് ആയിട്ടുണ്ട് ഫയല്. ഇനി ഇതിലും കൂടി നോക്കാം മോങ്കോ DBയിലേക്ക് ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ടെസ്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് വരുന്നത്. അവത്തെ ടേബിൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാം കയറിയിട്ടുണ്ട്. ലാസ്റ്റത്തേതിൽ ഇമേജ് ലൊക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ മൾട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ആദ്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ എനിക്ക് മൾട്ടർ കാണിക്കുന്നുണ്ട്, അൺഎക്സ്പ്രസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ ബ്ലാങ്ക് ആയിട്ട് കയറി ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഡാറ്റ കയറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക്. ഓക്കെ, മൾട്ടർ ആക്ടിവേറ്റഡ് കണക്ഷൻസ് ചെയ്ത് ഇതിലേക്ക് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഇമേജസ് ഓക്കെ ഇമേജസ് കിട്ടാം. രജിസ്റ്റർ സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, ഫുള്ളി നമുക്ക് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ IMG_ എന്നുള്ളത് ഞാൻ കൊടുത്തത്. പിന്നെ നമുക്ക് യൂണീക്ക് ആയിട്ടുള്ള നമ്മളുടെ നമ്പേഴ്സും ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും ഒരു അണ്ടർസ്കോർ കൊടുത്തു. ഇതിലേക്ക് ഫയലിന്റെ പേരും വന്നിട്ടുണ്ട്. പാസ്വേഡ് നമുക്ക് വന്നില്ലല്ലോ. പാസ്വേഡ് എന്തുകൊണ്ട് വരാതെ? പാസ്വേഡ് കൊടുത്തിട്ടില്ല. പാസ്വേഡ് ഞാനിവിടെ കൊടുത്തിട്ടില്ല. പാസ്വേഡ് ഞാൻ ഫോം ഡാറ്റ ഡോട്ട് append പാസ്വേഡ് ഡോട്ട് പാസ്വേഡ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് പാസ്വേഡും കൂടി ഇതിലേക്ക് ഇടാൻ പറ്റും. ഇത് കൊടുത്തു, രജിസ്റ്റർ സക്സസ്ഫുള്ളി ആണ്. മോങ്കോ DBയിൽ എടുക്കുമ്പോൾ ഡാറ്റ വരുന്നുണ്ട്. പാസ്വേഡും കയറി വന്നിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളയാം. യെസ്, ഇപ്പം ഇഷ്യൂ നമുക്ക് ഉണ്ടായത് മൾട്ടർ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാറുണ്ട്. ഓത്തർ കൺട്രോളിൽ തന്നെ വിളിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിക്വസ്റ്റ് ഫയൽ വരുമ്പോൾ അത് വരേണ്ടതാണ്. ഇൻ കേസ് വരാത്തപ്പോൾ നമ്മളുടെ മൾട്ടറിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തതിനാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. അതായത് ഇപ്പോൾ മൾട്ടർ കോൺഫിഗറേഷൻ അപ്ലോഡ് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫയൽസിൻ്റെ കിട്ടാറുണ്ട്. ഇവിടെ എന്തോ കിട്ടുന്നില്ല. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് പറയാം അതെന്തായിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ റൗട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് കൊടുത്താൽ മതി, ഫങ്ഷൻസ് കൊടുത്താൽ മതി. ഫങ്ഷൻസിലേക്ക് ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പാത്ത് കിട്ടാൻ വേണ്ടിയാണ് റിക്വസ്റ്റ് ഡോട്ട് ഫയൽ ഡോട്ട് നെയിം കൊടുക്കുന്നത്.
ഓക്കെ. ആൻഡ് അത് നമ്മളുടെ ക്രിയേറ്റിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം നോർമല് നമ്മൾ വിളിക്കുക റിക്വസ്റ്റ് ഓഫ് ബോഡി എന്ന് പറയുന്നത്. ഇനി ഇൻഡെക്സിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്സ് ആയിട്ട് വിളിക്കണം. നിങ്ങളുടെ ഫോൾഡറിന് സ്റ്റാറ്റിക്സ് ആയിട്ട് വിളിക്കും. ലൈവായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യൂല. ലൈവായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജസിനെ ഒരു ക്ലൗഡിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ ഒരു എന്താ പറയുക എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക്സ് എന്നുള്ള ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളുടെ മൾട്ടറിൽ കോൺഫിഗറേഷനിൽ ഈ അപ്ലോഡിന് പകരം എൻ്റെ ക്ലൗഡിന്റെ പാത്തായിരിക്കും പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ടേക്കൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ URL പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ടേക്ക് അത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ സാധാരണ ഒരു ഓത്തർ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്, യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കും. പക്ഷെ ആ ഡാറ്റ തന്നെ നമ്മൾ ഫോം ഉണ്ടോ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഫോം ഡാറ്റ ഈക്വൽ ടു ന്യൂ ഫോം ഡാറ്റ എന്ന് പറയും. ആ ക്ലാസ്സിനെ വിളിക്കണം, ഫോം ഡാറ്റ എന്നുള്ള ക്ലാസ്സിനെ വിളിച്ച് അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അതുവഴി അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഇതിലെല്ലാം എന്താണ് സ്റ്റോർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഫോം ഡാറ്റ വന്നു, ദെൻ വന്നു, പിന്നെ നമുക്ക് റിട്ടേൺ വന്ന മെസ്സേജ് കാണിക്കുന്നു. ഇതാണ് സംഭവം. അതേപോലെ ഫയലിൽ കൊടുക്കുമ്പോൾ ടൈപ്പ് ഇസിക്കൽ ടു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് ഓഫ് 0 എന്ന് കൊടുക്കണം. എന്നാലും നമുക്ക് ആ വാല്യൂ കിട്ടുള്ളൂ. കൺസോളിൽ നമ്മൾ കണ്ടില്ല പേരും അതിന്റെ ഡീറ്റെയിലും ടെമ്പററി ഇത് വിളിച്ചിരിക്കുന്നത് ഇപ്പൊ പോയിട്ടുണ്ട്. ഓക്കെ, ഹലോ ഷിനസ്, ആ പ്രൊജക്റ്റ് കാണിക്കാമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ വരാം, ഇടാം ഒരു 10 മിനിറ്റ് ഇടാം. ഞാനിപ്പോ ഇടാം. ഇതിലിപ്പോ നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഞാൻ ആ കൺസോൾ എടുത്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോസിന്റെ പേരും അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ,